ഇപ്പോൾ അരീക്കോട് വന്നതെന്ന് വെച്ചാൽ എല്ലാ ടൗണിലും ഞങ്ങൾ ഇതേപോലെ വണ്ടി കൊണ്ട് നിർത്തിയിടും. എന്നിട്ട് ഞങ്ങൾ എല്ലാ കടകളിലും എല്ലാവരും ചിലപ്പോൾ ഓട്ടോക്കാരോടും ലോഡിങ്ങാരോടും പഞ്ചായത്തിലും വില്ലേജ് ഓഫീസ് സകല സ്ഥലങ്ങളിലും പോയിട്ട് ഞങ്ങൾ കുറഞ്ഞത് 1 രൂപയെങ്കിലും ചോദിക്കും. പിന്നെ ഈ അങ്ങനെ കളക്ട് ചെയ്ത് പൈസ കിട്ടുന്ന പൈസ കൊണ്ട് ഞങ്ങൾ കാശ്മീരൊക്കെ എത്തുന്നതിന് മുമ്പ് ഏറ്റവും കുറഞ്ഞ ഒരു 5 കുടുംബത്തിനെങ്കിലും വീട് വെച്ച് കൊടുക്കുക. അതായത് നീലാങ്കരി രോഗികളായിട്ടുള്ള പുറത്ത് പോയിട്ട് അധ്വാനിക്കാൻ പറ്റാത്ത കുറച്ച് കുടുംബങ്ങൾക്ക് വീട് വെച്ച് കൊടുക്കുക എന്നുള്ള ദൗത്യമായിട്ട് ഇറങ്ങിയതാണ്. ഈ 3 ജില്ലയിൽ നിന്ന് ഞങ്ങളിപ്പോൾ സ്ഥലം വാങ്ങി. അവിടെ ഇപ്പോൾ കുഞ്ഞു കുഞ്ഞു വർക്കൊക്കെ തീർച്ചയായിട്ടും 5 വീടിന് സ്ഥലം വാങ്ങി. അതെ അതെ. Hello guys, welcome back. Welcome to Tech Triangle Traveler. അപ്പോൾ ഗൈസ് നമ്മൾ എത്തിയിരിക്കുന്ന എവിടെ അറിയാം? അരീക്കോട് നമ്മൾ നിൽക്കുന്ന കേട്ടോ. അപ്പോൾ ഇവരെന്താ ബാക്ക് അതൊക്കെ അറിയണ്ടേ? അതെ, എല്ലാം അറിയണം. എന്ത് ചെയ്യുക, ജസ്റ്റ് വീട് എന്ത് ചെയ്യുക ഒന്ന് കണ്ടുവരും. അപ്പോൾ മനസ്സിലാവും എന്തൊക്കെ സംഭവങ്ങൾ നടന്നിട്ടുണ്ടല്ലോ. ഒന്ന് പോയി കണ്ടുപോവാ. ഓ ഗൈസ്, നമ്മൾ യാദൃച്ഛികമായ ടീമിനെ കണ്ടിട്ടുണ്ട് അവിടെ. എന്താ വെച്ചാൽ യൂട്യൂബ് ചാനൽ മാത്രമല്ല, ഇതെന്ന് വെച്ചാൽ ഒരു 5 നിർത്തലായ കുടുംബങ്ങൾക്ക് എന്ത് ചെയ്യുക വീട് വെച്ച് കൊടുക്കാനൊക്കെ ആയിട്ടുള്ളൊരു എന്താ പറയുക ചെറിയ പദ്ധതി. അവർ യാത്രയിൽ കൂടി എന്താ പറയുക അവർ 5 വീടുണ്ടാക്കി കൊടുക്കുക. അവർ ആ ഒരു എന്താ പറയുക അവർ 1 രൂപ വെച്ചിട്ട് 1 രൂപ വെച്ച് സമ്പാദിച്ചുകൊണ്ട് എന്ത് ചെയ്യുക ഒരു 5 നിർത്തലായ രോഗികൾക്ക് വീട് കണ്ടെത്തിച്ച് കൊടുക്കുക. അങ്ങനത്തെ സംഭവത്തിൽ എന്താ പറയുക ഒരു ടീമാണ് കേട്ടോ. നമുക്ക് ആ ഒരു കാഴ്ചകൾ കാണാം. ആദ്യം നിങ്ങൾ അവർ ചോദിക്കുക എന്തൊക്കെയാണ് നിങ്ങൾ പർപ്പസ് കാര്യങ്ങളൊക്കെ ചോദിച്ചു നോക്കുക. അപ്പോൾ ഞാൻ അവരെ കാണിച്ചു തരാം കേട്ടോ. അപ്പോൾ ഇവിടെ അരീക്കോടാണ് എത്തിയിരിക്കുന്നത്. അങ്ങനെ ഓൾ ഇന്ത്യ റൈഡ് ഗിവ് 1 rupees. നമ്മളിങ്ങനെ കണ്ടപ്പോൾ റോഡ് സൈഡിൽ കണ്ടപ്പോൾ നോക്കിയതാണ്ടോ. അപ്പോൾ 2 ആൾക്കാരാണ് ചെയ്ത് നടത്തിയിട്ടുള്ളത്. അത് വണ്ടി ഇറാൻ നമ്മൾ കാണുമ്പോൾ എന്താ പറയുക ഒരു റിക്ഷമാരൊക്കെ തോന്നുമെങ്കിലും വണ്ടി സൈക്കിളാണ് കേട്ടോ. അപ്പോൾ നമ്മൾ അവരെ എന്താ കൂടുതൽ ആൾക്കാരെ ആദ്യം പരിചയപ്പെടാം. പേരെന്താണ്? നിജിൽ. ഓക്കെ, റനീഷ്. ഓക്കെ. അപ്പോൾ നമ്മൾ വെച്ചാൽ ഇവരെ കണ്ടപ്പോൾ തന്നെ ചോദിച്ചു എന്ത് സംഭവം എന്നൊക്കെ പറഞ്ഞോ. അപ്പോൾ നമ്മൾ പറഞ്ഞ മാതിരി ഒരു 5 നിർത്തനായ രോഗികളല്ലേ വീടുണ്ടാക്കി കൊടുക്കാം. 5 കുടുംബങ്ങൾക്ക് വീടുണ്ടാക്കി കൊടുക്കാം. അങ്ങനത്തെ ഒരു പർപ്പസാണ് ഇപ്പോൾ അവർ തിരഞ്ഞെടുത്തിട്ടുള്ളത്. അപ്പോൾ അവർ എവിടെ നിന്ന് വരുന്നതാണ്, എന്തൊക്കെയാണ് പർപ്പസ്, ഇപ്പോൾ എവിടെ എത്തി നിൽക്കുന്നതൊക്കെ അവർ പറഞ്ഞിട്ടുണ്ടോ. അപ്പോൾ അവരോട് ചോദിച്ചു നോക്കാം നമുക്ക് എന്തൊക്കെ സംഭവങ്ങൾ. ഞങ്ങൾ പറഞ്ഞോളി, തുറന്നു പറഞ്ഞോളി എന്തൊക്കെ ഞങ്ങൾ പർപ്പസ്, അതായത് എവിടുന്ന് പോയി തുടർന്ന് വന്നത്, ഇപ്പോൾ എവിടെ എത്തി നിൽക്കും എന്നൊക്കെ പറഞ്ഞിരുന്നതാണ്. ഞങ്ങളുടെ റൈഡിനൊരു പ്രത്യേകതയുണ്ട്. ഞങ്ങൾ പോകുന്ന വഴിക്ക് എല്ലാവരും കുറഞ്ഞത് 1 രൂപ ചോദിക്കും. അങ്ങനെ കളക്ട് ചെയ്ത് പൈസ കിട്ടുന്ന പൈസ കൊണ്ട് ഞങ്ങൾ കാശ്മീരൊക്കെ എത്തുന്നതിന് മുമ്പ് ഏറ്റവും കുറഞ്ഞ ഒരു 5 കുടുംബത്തിനെങ്കിലും വീട് വെച്ച് കൊടുക്കുക. അതായത് നീലാങ്കരി രോഗികളായിട്ടുള്ള പുറത്ത് പോയിട്ട് അധ്വാനിക്കാൻ പറ്റാത്ത കുറച്ച് കുടുംബങ്ങൾക്ക് വീട് വെച്ച് കൊടുക്കുക എന്നുള്ള ദൗത്യമായിട്ട് ഇറങ്ങിയതാണ്. ഇന്നത്തേക്ക് 1 വർഷം 4 ദിവസം കംപ്ലീറ്റ്. ഞങ്ങൾ കാസർഗോഡ് കഴിഞ്ഞു, കണ്ണൂർ കഴിഞ്ഞു, കോഴിക്കോട് കഴിഞ്ഞ് ഇപ്പോൾ മലപ്പുറത്തേക്ക് കയറി. ഇങ്ങനെ എല്ലാ ജില്ലയിലും എല്ലാ പഞ്ചായത്തും കവർ ചെയ്താൽ പോകുന്നത്. ഞങ്ങളുടെ ഈ ദൗത്യം ഇനി കംപ്ലീറ്റ് ആക്കണമെന്ന് ഇനി 2 വർഷം കൂടി വേണം ഏറ്റവും കുറഞ്ഞത്. അപ്പോൾ എന്താണെങ്കിലും ഞങ്ങൾ പോയി വരുമ്പോഴത്തേനും 5 ഇല്ലെങ്കിൽ അതിൽ കൂടുതലോ വീടുകൾ തീർത്തും അധ്വാനിക്കാൻ പറ്റാത്ത കുടുംബങ്ങൾക്ക് ചെയ്തു കൊടുക്കുക എന്നുള്ളൊരു ലക്ഷ്യം വെച്ചിട്ട് ഇറങ്ങിയതാണ്. 1 വർഷത്തിൽ എത്ര ഒരു സമ്പാദിച്ചെന്നുള്ള ഡിസ്കസ് ചെയ്യാൻ പറ്റുമോ? തീർച്ചയായിട്ടും. അതായത് ഈ 1 വർഷം കൊണ്ട് ഈ 3 ജില്ലയിൽ നിന്ന് ഞങ്ങളിപ്പോൾ സ്ഥലം വാങ്ങി. അവിടെ ഇപ്പോൾ കുഞ്ഞു കുഞ്ഞു വർക്കൊക്കെ സ്ഥലം വാങ്ങി. തീർച്ചയായിട്ടും 5 വീടിന് സ്ഥലം വാങ്ങി. അതെ അതെ. കാരാപ്പാട് ഡാമിനടുത്താണ് സ്ഥലമൊക്കെ വാങ്ങിയത്. അപ്പോൾ അവിടെയാണ് ഇപ്പോൾ ഈ മാസം ലാസ്റ്റോട് കൂടിയിട്ട് തറേൻ്റെ പണി ഞങ്ങൾ വിചാരിക്കുന്നുണ്ട്. അപ്പോൾ എല്ലാവരും ഭയങ്കര സപ്പോർട്ടായിട്ട് ഞങ്ങൾ കൂടെയുണ്ട്. ഓക്കെ. അപ്പോൾ 5 വീടിന് സ്ഥലം വാങ്ങിപ്പോ ഓൾറെഡി. ഇപ്പൊ വീടൊക്കെ ഉള്ള പൈസ കിട്ടിയാൽ മതി. വീടൊക്കെ ഉള്ള പൈസ കണ്ടിട്ടാണ് ഞങ്ങൾ ഇങ്ങനെ ഇറങ്ങിയിരിക്കുന്നത്. ഇപ്പൊ നിങ്ങൾ ബന്ധം നിർത്തിയൊരു കാരണം എന്താ? ഇപ്പൊ നിങ്ങൾ അരീക്കോടല്ലേ? നിങ്ങളിപ്പോ വയനാട്ടിൽ നിന്ന് പുറപ്പെട്ട് അതായത് കാസർഗോഡ് പോയി അല്ലേ? കാസർഗോഡ് പോയി, കണ്ണൂർ പോയി, കോഴിക്കോട് പോയി. ഇപ്പോൾ അരീക്കോട് വന്നതെന്ന് വെച്ചാൽ എല്ലാ ടൗണിലും ഞങ്ങൾ ഇതേപോലെ വണ്ടി കൊണ്ട് നിർത്തിയിടും. എന്നിട്ട് ഞങ്ങൾ എല്ലാ കടകളിലും എല്ലാവരും ചിലപ്പോൾ ഓട്ടോക്കാരോടും ലോഡിങ്ങാരോടും പഞ്ചായത്തിലും വില്ലേജ് ഓഫീസ് സകല സ്ഥലങ്ങളിലും പോയിട്ട് ഞങ്ങൾ കുറഞ്ഞത് 1 രൂപയെങ്കിലും ചോദിക്കും. പിന്നെ ഈ ഉദ്ദേശത്തിന് വേണ്ടി കൂടുതൽ ആൾക്കാർക്ക് മോശം പറയും ചോദിക്കുമ്പോൾ എന്തെങ്കിലും എല്ലാവർക്കും ഞങ്ങൾ എന്താണ് പറയുന്നതെന്ന് മനസ്സിലാവാതെ, അതായത് ഞങ്ങളുടെ ഉദ്ദേശങ്ങൾ എന്താണെന്ന് മനസ്സിലാവാതെ ചിലർ ന്യൂസിലൊക്കെ കണ്ടിട്ട് ഞങ്ങളെ സപ്പോർട്ട് ചെയ്യുന്നുണ്ട്. ആദ്യമായിട്ട് ഞങ്ങളെ കാണുന്ന ആൾക്കാർ ചിലപ്പോൾ ഇവർ എന്തിനു വേണ്ടിയിട്ടാണെന്ന് ചോദിക്കും. കള്ളന്മാരാണ് അല്ലെങ്കിൽ അങ്ങനത്തെ ഒരു ചോദ്യം ഉണ്ടാവുമല്ലേ? നിങ്ങളിപ്പോൾ കൊണ്ടുപോയി നേരെ വീട്ടിൽ കൊണ്ടുപോകും അല്ലെങ്കിൽ ആ ഒരു പൈസ കൊണ്ട് ഉപയോഗിക്കാൻ അറിയുന്നില്ലല്ലോ. അപ്പൊ അങ്ങനെയുള്ള ചോദ്യങ്ങളുണ്ട്. പക്ഷെ ഞങ്ങൾ പറഞ്ഞ പോലെ 1 വർഷമായിട്ടുള്ള ഹിസ്റ്ററി ഞങ്ങളുടെ കയ്യിലുള്ളതുകൊണ്ട് ഞങ്ങൾ സന്തോഷമായിട്ട് എല്ലാവരുടെ സപ്പോർട്ട് കൊണ്ട് ഞങ്ങളിങ്ങനെ യൂട്യൂബ് ചാനൽ ഉണ്ടല്ലേ? യൂട്യൂബ് ചാനൽ പേരെന്താ? മിഷൻ 1 rupee എന്നാണ്. മിഷൻ 1 rupee. അതിൽ ഞങ്ങളുടെ ഫുൾ ഡീറ്റെയിൽസ് ഉണ്ട്. പിന്നെ ഗൂഗിളിൽ കയറിയാലും നമ്മുടെ മിഷൻ 1 rupee എന്ന് പറഞ്ഞിട്ട് ഫുൾ ഡീറ്റെയിൽസും കാര്യങ്ങളൊക്കെ കിട്ടും. ഓക്കെ. ഞങ്ങളുടെ ഫുൾ കാര്യങ്ങൾ നിങ്ങൾ വണ്ടി സെറ്റ് ചെയ്യുക നിങ്ങൾ സെറ്റ് ചെയ്താ സ്വന്തമായിട്ട് സെറ്റ് ചെയ്താ ഒരു പ്രത്യേക വണ്ടി, ഒരു വാനും അല്ല ഒരു ഒമ്നി ഒരു കൺസെപ്റ്റിലേക്ക് നിങ്ങൾ കൊണ്ടുവന്നില്ലേ? പല സ്ഥലങ്ങളിലും ആൾക്കാർ പറഞ്ഞാൽ ചെറിയ മിനി ബസ് അല്ലേ നമ്മുടെ സ്കൂൾ ബസ്, മഞ്ഞ കളറാണല്ലോ. ഓക്കെ, അങ്ങനെ തോന്നുന്നുണ്ട് പറഞ്ഞേ. പിന്നെ പലരും പറയാറുണ്ട് പെട്ടിക്കട എന്ന് പറയാറുണ്ട്. ചായപ്പീടി തട്ടുകട സ്റ്റൈലാണ് നമ്മൾ ചെയ്തില്ലേ? ഓക്കെ. നിങ്ങൾ 2 സൈക്കിൾ ചെയ്തില്ലേ, സെറ്റ് ചെയ്തില്ലേ ഈ സംഭവങ്ങളൊക്കെ അല്ലേ? 2 ഗിയർ സൈക്കിളാണ്.
അപ്പോൾ കേട്ടില്ലേ, ഇതൊക്കെയാണ് അവരുടെ സംഭവങ്ങൾ കാര്യങ്ങൾ, എന്താ പറയുക, അവരുടെ പർപ്പസ് കാര്യങ്ങളൊക്കെ അവർ പറഞ്ഞു തന്നു. ഇനി എന്ത് നമുക്ക് ഈ വണ്ടിൻ്റെ സംഭവം ഒന്ന് കാണാം. ആദ്യം ഈ വണ്ടി എങ്ങനെയൊക്കെ ഉണ്ടാക്കിയത്, അല്ലെങ്കിൽ എന്തൊക്കെ വെച്ചാൽ ഉണ്ടാക്കുന്നത്, ഇപ്പം എങ്ങനെ ഓടുന്നത്, അവരെ കടത്ത് എങ്ങനെ, ഭക്ഷണം എങ്ങനെയൊക്കെ ചോദിച്ചു നോക്കണം നമുക്ക്. അതിന് വണ്ടി നിങ്ങൾ മുമ്പ് എവിടെയെങ്കിലും കണ്ടിട്ടുണ്ടോ? ലോകത്തിലെ ആദ്യത്തെ സൈക്കിൾ, 2 സൈക്കിളിന് ഉള്ളിലാക്കി ചെയ്തിരിക്കുന്ന ലോകത്തിലെ ആദ്യത്തെ സൈക്കിൾ ക്യാരവാനാണ്. ബാത്റൂമിന്റെ മാത്രം കുറവുള്ളൂ, ബാക്കി എല്ലാം സെറ്റപ്പ് ഉണ്ട്. അപ്പോൾ കറണ്ട് കാര്യങ്ങളൊക്കെ ഇതിലുണ്ടല്ലേ, കറണ്ട് കാര്യങ്ങളൊക്കെ ഇതിലുണ്ട്. നമുക്ക് അത് കണ്ടുവരാം, എന്നിട്ട് പറയാം. അതല്ല വണ്ടിയല്ല, ഒരു റെക്ടാങ്കിൾ ഷേപ്പിൽ വണ്ടി അത് സെറ്റ് ചെയ്തിരിക്കുന്നത് അല്ലേ. ഇത് ചാനലുണ്ടല്ലേ, കംപ്ലീറ്റ് ചാനലോട് സെറ്റ് ചെയ്തതാണ്. ഫുൾ ചാനൽ, അത് 2 അടിപൊളിയായിട്ട് ഗ്ലാസ് കൊടുത്തിട്ടുണ്ട് അല്ലേ, ഹെഡ്ലൈറ്റ് 2 ഹെഡ്ലൈറ്റ് കൊടുത്തിട്ടുണ്ട് അതെ, ഓൾ ഇന്ത്യ റൈഡിൻ്റെ സെൻട്രലിൻ്റെ 2 ഔട്ട്ലൈറ്റ് ഹെഡ്ലൈറ്റ് കൊടുത്തിട്ടുണ്ട്. പിന്നെ അവർ ഗൂഗിൾ പേ ഉണ്ടോ, നമുക്ക് ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കാം, നമ്പർ കാണാൻ കൊടുക്കാം. നിങ്ങൾക്ക് ആർക്കും താല്പര്യം ഉണ്ടെന്നുണ്ടെങ്കിൽ എന്ത് ചെയ്യാം, അത് വിട്ടുകൊടുക്കാം. അവർക്കൊരു സഹായമാവും, ഞാൻ നമുക്കൊരു വീഡിയോ ഉപകാരമാണ്. അതേപോലെ ഇൻഡിക്കേറ്റർ കൊടുത്തിട്ടുണ്ട് അല്ലേ, എന്താ പറയുക, ഒരു രാത്രി കാണാൻ പറ്റുന്ന റിഫ്ലക്ട് അല്ലേ, ഓക്കെ റിഫ്ലക്റ്റും കൊടുത്തിട്ടുണ്ട്. പിന്നെ നല്ല അടിപൊളി വലിയൊരു ഗ്ലാസ് കൊടുത്തിട്ടുണ്ട്. സാധാരണ വണ്ടിക്കാർ എന്താ പറയുക, ഒരു ഫുള്ളായിട്ടുള്ള ഗ്ലാസ് കൊടുത്തിട്ടുണ്ട്. വിശാലമായിട്ട് കാണാൻ പറ്റില്ല, വിശാലമായിട്ട് കാണാൻ, അത് 2 പേർക്ക് റൈഡ് ചെയ്യാൻ സമയത്ത് വിശാലമായിട്ട് കാണാൻ അല്ലേ. അത് ഡോർ കൊടുത്തിട്ടാ, ഡോറിന് കത്തിക്കഴിഞ്ഞാൽ അങ്ങോട്ട് ഓപ്പണാണ് ഇങ്ങോട്ട് ഓപ്പണാണ്. അത് 2 സൈക്കിൾ സെറ്റ് ചെയ്താണ്. ഈ 2 സൈക്കിൾ എന്ന് പറഞ്ഞാൽ 2 ഗിയർ സൈക്കിളല്ലേ, 2 സൈക്കിളിൽ നമ്മൾ ഓരോ ഇതെന്ന് പറയുക ക്ലാമ്പ് ഫുൾ ക്ലാമ്പ് അടിച്ചിട്ടാണ് സെറ്റ് ചെയ്തിട്ടുള്ളത്. അതായത് വണ്ടി എത്ര ഇതാവൂല, ഇരിക്കൂല, അങ്ങനെ ഉദ്ദേശിക്കുന്നത്. പറഞ്ഞില്ല കിടക്കാൻ ഈ സാധനം ഉണ്ടല്ലോ, ജസ്റ്റ് നിർത്തി കാണിച്ചു തരാം. നിർത്തി കാണിച്ചു തന്നാല് എന്തായാലും ഡ്രസ്സ് 2 ആളൊക്കെ ഡ്രസ്സ് കാലം ഒരുപാടുണ്ടാവും. സെറ്റപ്പാക്കി കൊടുത്തിട്ടല്ലേ, ഓക്കെ. ഇത് അടിയിലൊരു ബെഡ് വരാനുണ്ട്, കമ്പീന്റെ മുകളിലേക്ക് വന്ന് നിൽക്കുക. ഇപ്പൊ ഹാൻഡിൽ കമ്പിയിൽ വെക്കാണ്ട് ഡ്രസ്സ് കാലൊക്കെ അവിടെ കിടക്കുന്നത് എല്ലാം ഒതുക്കി രാത്രി സുഖമായിട്ട് കിടന്നുറങ്ങും. ഫാനുണ്ട്, കുഞ്ഞു ഫാൻ കൊടുത്തിട്ടുണ്ട്, ലൈറ്റുകളുണ്ട്, മൊത്തം ലൈറ്റുകളുണ്ട്, ലൈറ്റും കാര്യങ്ങളൊക്കെ അവിടെ കൊടുത്തിട്ടുണ്ട്. അടിപൊളി ലൈറ്റ്, കളർഫുൾ ആയേ, അങ്ങനെ കളർഫുൾ ലൈറ്റ്സ് കാര്യങ്ങളൊക്കെ കൊടുത്തിട്ടുണ്ട്. അപ്പൊ ഇങ്ങനെ കാര്യങ്ങളൊക്കെ ഗ്യാസിന്റെ പാചകം ചെയ്യാൻ അത് അഞ്ചില്ല നമുക്ക് ഉണ്ടാക്കാൻ പറ്റുന്ന സാഹചര്യങ്ങളിൽ ഞങ്ങൾ ഭക്ഷണം ഉണ്ടാക്കി കഴിക്കും. ഗ്യാസും അരിയും പാത്രങ്ങളെല്ലാം ഉണ്ട്. പിന്നെ ഞങ്ങളുടെ ലഗേജ് ബോക്സ് ആണ്, ലഗേജ് ഒക്കെ വെക്കുന്നത് നമ്മളെ ഡ്രസ്സും ചോദിക്കാൻ വിട്ടു. ഇവിടെ ഫുള്ള് ഡ്രസ്സും കാര്യങ്ങളെല്ലാം ഉണ്ട്. പിന്നെ ഇപ്പുറത്താണെങ്കിൽ നമ്മുടെ പാത്രങ്ങളും അടുക്കളയാണ് ഇവിടെ, അപ്പുറത്ത് അതെ. അങ്ങനെ എല്ലാം കുഞ്ഞു രീതിയിൽ സെറ്റ് ചെയ്തിട്ടുണ്ട്. ചാർജർ ഉണ്ട്, ചാർജിംഗ് പോയിന്റ് ഉണ്ട്, പിന്നെ പാട്ട് കേൾക്കണമെന്നുണ്ടെങ്കിൽ സ്പീക്കർ ഉണ്ട്, അവിടെ ലൈറ്റ് കൊടുത്തിട്ടുണ്ട്, ലൈറ്റ് ഉണ്ട്. ഇതാണ് പിന്നെ അതിന്റെ മെയിൻ ഏരിയ. ഇതാണ് എഞ്ചിൻ ഏരിയ കംപ്ലീറ്റ് പറഞ്ഞാൽ. വണ്ടിന്റെ എഞ്ചിൻ ഇവിടെ ആണ് ഇരിക്കുന്നത്. ഇതിപ്പോ ഇതിലോടും, ഈ എഞ്ചിനിലോടും, എഞ്ചിനോടുന്നല്ലേ, ഫുള്ള് എഞ്ചിനിലോടും. ഇപ്പൊ നിങ്ങൾ ശരിക്കും ചവിട്ടിൽ പോകുന്ന ഓടുന്നൊക്കെ ചവിട്ടി പോകുന്നത്, അത് വലിയ കയറ്റം കയറുമ്പോൾ മാത്രമേ ഇത് ഉപയോഗിക്കും. എഞ്ചിന് വെച്ചിട്ടുള്ളൂ അല്ലേ. വർക്ക് ചെയ്യുന്നുണ്ട് അല്ലേ, അടിപൊളിയായിട്ട് വർക്ക് ചെയ്യുന്നുണ്ട്. അടിപൊളിയാണല്ലോ. 2 ആൾ കയറുമ്പോഴേ സംഭവം അറിയുള്ളൂ. നല്ല സ്മൂത്ത് ആയിട്ട് വർക്ക് ചെയ്യും. പിന്നെ ഈ 2 വീലിന്റെ മുകളിലാണ് ഈ വണ്ടി ഫുള്ള് കൺട്രോൾ ഓടുന്നത്. അതെ അതെ. എന്നുവെച്ചാൽ ഈ സാധനം ഇങ്ങനെ നിവർത്തി വെച്ചാൽ അപ്പുറത്തെ കാലം കൂടി ഇട്ടാൽ നല്ല സ്ട്രോങ് ആയിട്ടിരിക്കും. ഗ്യാസ് എടുത്ത് ഇവിടെ വെക്കുക, ഇതിൽ വിരിച്ചിട്ട് എന്നാൽ ഇഷ്ടമുള്ള സാധനം എന്ത് വേണമെങ്കിലും നമുക്ക് ഉണ്ടാക്കി. ഒരു വൈബ്. അപ്പോൾ ഇതൊക്കെയാണ് ഒരു വണ്ടിയുടെ വിശേഷങ്ങളും കാര്യങ്ങളൊക്കെ. ഇനി എന്താ അധികമായിട്ടൊന്നും പറയാനില്ല, അത്യാവശ്യം എല്ലാ കാര്യങ്ങളും വിശദീകരിച്ചാൽ ഇവർ പറഞ്ഞിട്ടുണ്ട്. ഇനി എന്താ അവർ റൈഡ് തുടരുകയാണ്. ഇനിയിപ്പോൾ എങ്ങനെ പോകുന്നതാണ് പോകുന്ന നേരെ? ഇനിയിപ്പോ നമ്മൾ അരീക്കോണയും മലപ്പുറത്തേക്ക് പോകും. മലപ്പുറം കഴിഞ്ഞിട്ട് അവിടുന്ന് പാലക്കാട്, തൃശ്ശൂർ, അങ്ങനെ താഴേക്ക് തിരുവനന്തപുരം പോയാൽ പിന്നെ അവിടുന്ന് ശരിക്കും റൈഡ്. തിരുവനന്തപുരം എത്തുമ്പോൾ ഒരു 1.5 വർഷം പിടിക്കും. അത് കഴിഞ്ഞിട്ട് 1.5 വർഷം പിടിക്കും. അത് കഴിഞ്ഞിട്ട് ഒരു 5-6 മാസം കൊണ്ട്, അതായത് നമ്മുടെ തമിഴ്നാട് മുകളിലേക്ക് പോയിട്ട് കാശ്മീരെല്ലാം പോയിട്ട് തിരിച്ച് കർണാടക വന്ന് വയനാട്ടിലേക്ക്. അത്യാവശ്യം കൊല്ലാവുമല്ലോ, 2 വർഷം കൊണ്ട് തീർക്കണേ. 2 വർഷം തീർക്കണം അല്ലേ. അടിപൊളി എന്തായാലും. അപ്പോൾ നീ എല്ലാവരും സഹായിക്കുക. ഗൂഗിൾ പേ നമ്പറും കാര്യങ്ങളൊക്കെ നമ്മുടെ ഡിസ്ക്രിപ്ഷനിലും കൊടുക്കുക. അവിടെ താഴെ ഗൂഗിൾ പേ നമ്പർ കൊടുക്കുക. ഗൂഗിൾ പേ നമ്പറിലാണെ ഓക്കെ. ആ നമ്പർ കാര്യങ്ങളൊക്കെ കൊടുക്കുക. എല്ലാം വരും. ഞങ്ങളുടെ വീഡിയോ കാണുന്ന ആൾക്കാർ നമ്മുടെ പിന്നെ മിഷൻ 1 റുപ്പി എന്ന് പറഞ്ഞിട്ട് ഗൂഗിൾ ഒന്ന് ടൈപ്പ് ചെയ്യാം. അപ്പോൾ ഞങ്ങളെക്കുറിച്ച് ഞങ്ങൾ ചെയ്യുന്ന ഇതുവരെയുള്ള പ്രവർത്തനം എല്ലാം മനസ്സിലാവും. ആരും ഡൗട്ട് അടിക്കണമെന്ന് നോക്കി ഉദ്ദേശിച്ചത്. ആർക്കും ഡൗട്ട് ഒന്നും വേണ്ട. ഇപ്പം എല്ലാം ജനുവനാണ്. ഇപ്പോൾ ഈ പറഞ്ഞൊക്കെ ജനുവൻ തന്നെയാണ്. ഇതിലൊന്നും ഡൗട്ട് അടിക്കണം. സ്ഥലം വന്നാൽ കാണാൻ പറ്റില്ല നമുക്ക് അവിടെ. ഡാമിന്റെ അടുത്താണ്. അതെ, അതിലൊരു ഈ നമ്പറിൽ വിളിക്കാം. അതെ, സ്ഥലം വിസിറ്റ് ചെയ്യാം, കോൺടാക്ട് ചെയ്യാം. മാസം ലാസ്റ്റോട് കൂടിയിട്ട് നമ്മൾ തറേൻ്റെ പണി തുടങ്ങും. ആ സമയത്തൊക്കെ പോകുന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും എല്ലാവരും പോയിട്ട് കാണണം. അപ്പോൾ എന്താ പറയുക, ഇത്രയും കാര്യങ്ങളൊക്കെ ഉള്ള വീഡിയോ എല്ലാ കാര്യം ഡീറ്റെയിൽ ആയിട്ട് പറഞ്ഞിട്ടുണ്ട്. ഞാൻ ഇവിടെ ജസ്റ്റ് എന്ത് ചെയ്യുക, ചാനൽ ജസ്റ്റ് സബ്സ്ക്രൈബ് ചെയ്യാം അല്ലേ. അതേപോലെ നമ്മൾ ചാനലും സബ്സ്ക്രൈബ് ചെയ്യാൻ തൊട്ടല്ലെങ്കിൽ അടിച്ചൊക്കെ പൊട്ടിച്ചേക്കുക. എന്നാലും മാത്രമായിരിക്കും നെക്സ്റ്റ് ടൈം വീഡിയോ ഇടുമ്പോൾ നോട്ടിഫിക്കേഷൻ കാര്യങ്ങളൊക്കെ ലഭിക്കത്തുള്ളൂ. പിന്നെ വേറൊരു കാര്യം, നമ്മൾ ഒരുപാടായി വീഡിയോ ഇട്ടിട്ട് വേറെ ഒന്നും കൊണ്ടല്ല, എന്താ പറയുക, നമ്മളൊരു തിരക്കും കാര്യങ്ങളൊക്കെ കൊണ്ടാണ്.
അപ്പോൾ ആരൊന്നും സംശയിക്കണ്ട, ഞാൻ അങ്ങനെ പതുക്കെ ഞാൻ വീഡിയോ പതുക്കെ വരുന്നതായിരിക്കും. അപ്പോൾ അടുത്ത വീഡിയോ കാണുന്നവരെ ഇസ്മി സൈനിങ് ഔട്ട്.